എങ്ങോട്ടാ? കോളേജിലേക്ക്. ഞാനും വരാം. അയ്യേ, ഈ വേഷത്തിലോ? ഈ വേഷത്തിനെന്താ കുഴപ്പം? ലോകം മുഴുവൻ അംഗീകരിച്ച യൂണിഫോമായത്. എന്തേ, എനിക്ക് ശരിയില്ലേ? നല്ല ചേർച്ച. നോക്കുകുത്തി കുപ്പായ ഇടിച്ച പോലുണ്ട്. അമ്മായി, അമ്മായി, എന്താടാ ഈ പ്രശ്നത്തിൽ ഞാൻ എന്ത് നിലപാടാണ് എടുക്കേണ്ടത്? എന്താ പ്രശ്നം? കുമാരേട്ടൻ ഞങ്ങളുടെ കൂടെ വരുന്നു. അതിനെന്താ? കോളേജിൽ പോയി ഞങ്ങൾക്കറിയാം. കൂട്ടൊന്നും വേണ്ട. ആ, ഇന്ന് മുതൽ ഇങ്ങനെ പോയാ മതി. അതിന് വിഷമമുള്ളവര് കോളേജിൽ പോണോന്നില്ല. നീ ചെല്ല്. അനുഭവിച്ചോ, നിന്റെ മുറച്ചെറുക്കനല്ലേ? മൂന്ന് കണ്ടാ മതി. എന്റെ അഭിപ്രായത്തിൽ ഇന്ത്യയിലെ പെൺകുട്ടികൾ കരാട്ടെ പഠിച്ചിരിക്കണം. അറ്റ്ലീസ്റ്റ് കേരളത്തിലെങ്കിലും. അതെന്തിനാ? പിടിച്ചുപറി, ബലാത്സംഗം, കൊള്ളിവെപ്പ്, ഇതൊക്കെ പിന്നെ പെണ്ണുങ്ങൾക്ക് ചെയ്യാമല്ലോ. കറക്റ്റ്. നടക്ക്. നടക്കുന്നില്ലേ? ടീച്ചർ വരുന്നു. ഏത് ടീച്ചർ? ഇവിടുത്തെ ടീച്ചർ, ഞങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചർ. കണ്ണ് കിട്ടാതിരിക്കാനാണോ ഈ പേക്കോലത്തിനെ കൊണ്ടുനടക്കുന്നത്? അതിരിക്കട്ടെ, എനിക്കൊരു സംശയം. ചോദിച്ചോളൂ. എത്രയോ പ്രാവശ്യം നിന്നെ ഞാൻ വിളിച്ചിരിക്കുന്നു എന്റെ കൂടെ ഓടാൻ വരാൻ. നീ വന്നിട്ടില്ല. ഇന്നെന്താ ആരോഗ്യത്തെ കുറിച്ച് പുതിയൊരു ബോധോദയം? അത് ഇന്നത്തെ ഈ പ്രത്യേക സാഹചര്യത്തിൽ വംശനാശം സംഭവിക്കാതിരിക്കാൻ ഇങ്ങനെ കുറച്ച് എക്സർസൈസ് ഒക്കെ ചെയ്ത് ആരോഗ്യം ഉണ്ടാക്കുന്നത് നല്ലതാ. ഓ, അത് ശരി. നമ്മുടെ കരാട്ടെ വന്നത് പ്രമാണിച്ചു. നമ്മുടെ കരാട്ടെ നിൽക്കുന്നു. ഒന്ന് പരിചയപ്പെടാനിരിക്കുകയായിരുന്നു. ഞങ്ങളും. അതെ, ഐ ആം പ്രേം. ഐ ആം ശിവൻ. ഐ ആം കുമാരൻ, ബ്ലാക്ക് ബെൽറ്റ് കുമാരൻ. കൈക്കണ്ട് പറ്റി അവന്റെ സ്പെഷ്യാലിറ്റിയാ. പിന്നെ ഒരു കാര്യം, ഞാൻ മര്യാദയ്ക്ക് മര്യാദക്കാരൻ. മറിച്ചാണെങ്കിൽ മഹാപേശക. ഓർമ്മയിരിക്കട്ടെ. എന്താ വിശേഷം? പിറന്നാളാ. അത് ശരി. എന്നിട്ട് ഇപ്പോഴാ പറയുന്ന? അയ്യോ, എന്റെ അല്ല, ചേച്ചിയുടെയാ. അപ്പോ നമ്മളൊരു ചെലവ് ചെയ്യണമല്ലോ. അധികം ചെലവ് വരുന്നൊന്നും വേണ്ട. ചെറിയ പ്രസന്റ് എന്തെങ്കിലും മതി. മതി മതി, വാ പോകാം പോകാം. ഇവന്മാരെന്റെ കൈ മെനക്കെടുത്ത ലക്ഷണമാ. വരട്ടെ. ചെല്ല്, ഇല്ലെങ്കിൽ അവൻ കൊല്ലും. പറഞ്ഞു കേട്ടില്ലേ? ഇതാണ് കറക്റ്റ് പ്ലേസ്. ഇവിടെ വെച്ച് വേണം പിടിക്കാൻ. ഇവിടെ വെച്ച് അങ്ങനെ കയറി പിടിക്കുന്നത്? നീ വേണേ പിടിച്ചു, ഞാൻ. അയ്യടാ, പിടിക്കും. ബർത്ത്ഡേ പ്രസന്റ് കൊടുത്ത് ഒരു സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്ത് അതിൽ പിടിച്ച് കയറാമെന്നാ ഞാൻ പറഞ്ഞത്. ഓ, അത് ശരി. ഞാൻ പെട്ടെന്ന് വിചാരിച്ച് അതല്ല, ഈ ബർത്ത്ഡേ പ്രസന്റേഷന് കൊടുത്താൽ ശരിയാവൂ? ശരിയാകും, അല്ലെങ്കിൽ ശരിയാക്കും. പാർവതിക്കൊരു പ്രസന്റ്, ബർത്ത്ഡേ പ്രസന്റ് ആണ്. ആരുടെതാ പാർവതി? കൂട്ടത്തിലൊരു ലെറ്റർ ഉണ്ട്. ഇത് പിറന്നാൾ സമ്മാനമല്ല, പ്രേമ സമ്മാനമാണ്. എന്റെ പർവ്വത നന്ദിനിക്കണിയാൻ തിങ്കൾക്കല ചൂടാത്ത ശിവൻ കൊടുത്തയക്കുന്നു. അയ്യേ, ഇതൊരുമാതിരി ആധുനിക കവിത പോലുണ്ടല്ലോ. പ്രേമലേഖനാവുമ്പോ ഒരു 4-5 പേജെങ്കിലും വേണ്ടേ? ഏതായാലും നല്ല ചേർച്ച ശിവനും പാർവതിയും. അയാൾക്ക് എവിടെ ഉണ്ട്? അവിടെ നിൽക്കുന്നു. വേണ്ടായിരുന്നു, ആകെ കുളമാവുന്നാ തോന്നുന്നത്. എന്ത് കുളമാവാൻ? നീ ധൈര്യമായിട്ടിരിക്കേ. എന്റെ അഭിപ്രായത്തിൽ ഒരു 2 വരി കവിത കൂടെ വേണമായിരുന്നു. എങ്കിൽ അസലായനെ. നോക്കി. ഇത് പ്രശ്നം തന്നെ. എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട്. ഇനിയിപ്പോ എന്ത് ചെയ്യണം? പ്രേമ, ഈ മിസ്റ്റർ, നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നേ?
അന്ന് സോറി പറയാമെന്ന് എന്നെ ആവശ്യമില്ലാതെ കുറെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോ ശൃംഗാരം പറഞ്ഞൊരു കത്തും കുറെ കുപ്പിവളകളും കൊടുത്തുവിട്ടാ ഏത് പെണ്ണും വീഴുന്നായിരിക്കും. പോയോടത്തൊക്കെ അങ്ങനെ പലരും വീട് കാണും. പക്ഷെ ആ കൂട്ടത്തിൽ എന്നെ പെടുത്തണ്ട. എന്നെ പറ്റി അങ്ങനെ ചിന്തിക്കാൻ വേണ്ട. നടക്കും. എന്താ പ്രശ്നം? ഇയാൾക്ക് പാർവതിയോട് പ്രേമാണെന്ന്. മാനം മര്യാദയ്ക്ക് കഴിയുന്ന പെമ്പിള്ളരെ വഴിവഴപ്പിക്കാൻ നോക്കിയാലുണ്ടല്ലോ. വിടാ, താൻ എന്തോ ചെയ്യും? മൂക്കി കയറ്റി കളയൂ. ഒന്ന് പോടോ. എന്താ എന്റെ കാര്യത്തിൽ മറ്റുള്ളവർ ഇടപെടണ്ട. അടങ്ങി ഒതുങ്ങി കഴിയാതെ ആളാവാൻ നോക്കിയാലുണ്ടല്ലോ ജീവനോടെ ഉണ്ടാവില്ല. എടോ പന്ന തിരുമേനി, തന്റെ ഈ വിരട്ടലൊക്കെ ഇവിടുത്തെ പാവങ്ങളോട് മതി. തന്നെക്കാൾ വമ്പന്മാരെ കണ്ടിട്ടുള്ളവനാ ഞാൻ. എന്താ ഈ കാണിക്കുന്നത്? ഇവിടെ വെച്ചാണ് നമ്മുടെ നിലമേലൊക്കെ നോക്കണ്ടേ. വാ വന്നേ. വെറുതെ ജഗ പുക ഉണ്ടാക്കട്ടെ. വന്നേ. ഞാനാ പറയുന്നത്, പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത്. വന്നേ. വേണ്ടായിരുന്നു ചേച്ചി. ഇഷ്ടമില്ലെങ്കിൽ അത് പറഞ്ഞ പോരായിരുന്നില്ലേ? ക്രൂരതയായിപ്പോയി. പോരാത്തതിന് ആ അനിയൻ തിരുമേനിയും. നാട് മുഴുവൻ ഇപ്പൊ പാട്ടായിട്ടുണ്ടാവും. ചേച്ചി സുഭദ്രാമയുടെ തന്റെ ഇടമുള്ള മോളായി. പാവം, അയാൾ ഇനി മനുഷ്യന്റെ മുഖത്ത് എങ്ങനെ നോക്കും? BSc കോളേജിലെ ഹയസ്റ്റ് മാർക്കായിരുന്നു അയാൾക്ക്. വിധി. അല്ലെങ്കിൽ ഇങ്ങനൊക്കെ കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യേണ്ടി വരുമോ? ഈ തെറി കേൾക്കലും അടികൊള്ളലും ഒക്കെ പ്രേമത്തിൽ പറഞ്ഞിട്ടുള്ളതാ. അതിനിങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ല, നീ എന്താ കരുതിയത്? എനിക്കിഷ്ടമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞ ഉടനെ തന്നെ അവൾ പ്രണയ വിവശയായി ഓടി വന്ന് നിന്നെ ഇങ്ങനെ കെട്ടിപ്പിടിക്കണമായിരുന്നോ? എടാ, അവൾ അന്തസ്സുള്ള പെണ്ണ, അതുകൊണ്ട് അങ്ങനെ റിയാക്ട് ചെയ്തത്. വേണ്ട, ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല. ആകെ നാറി. ഞാൻ എന്തായാലും ട്രാൻസ്ഫറിന് എഴുതി കൊടുക്കാൻ പോവാ. മാധവമേനോൻ സാറിന് തിരുവനന്തപുരത്ത് ഇത്രയൊക്കെ പിടിപാടുണ്ടായിട്ടും തനിക്ക് ഇവിടെ കിട്ടിയുള്ളൂ ഫസ്റ്റ് അപ്പോയിന്റ്മെന്റ്. സാറിനറിയാലോ അച്ഛൻ അങ്ങനെ റെക്കമെൻഡേഷൻ ഒന്നും പോകാത്ത ആളാണെന്ന്. പിന്നെ അച്ഛൻ ഒരുപാട് കാലം ഇരുന്ന കസേരയിലെ ഇപ്പൊ സാർ ഇരിക്കുന്നത്. അറിയാം, എനിക്കറിയാം. ഇപ്പോഴും പറയാറുണ്ട് ഇവിടുത്തെ പഴയ ഓരോ കാര്യങ്ങള്. ആദ്യമായിട്ട് ഏതോ തിരുമേനിയുടെ ഇല്ലത്ത് കണക്ഷൻ കൊടുത്തതും, വീട് മുഴുവൻ വെളിച്ചം കണ്ട് ഇല്ലം കത്തിയെന്ന് ധരിച്ച് നാട്ടുകാർ മുഴുവൻ ഓടിക്കൂടിയതും, അങ്ങനെ ഒരുപാട്. പാസ്സായി വന്നപ്പോൾ ആദ്യമേ അച്ഛൻ പറഞ്ഞു ഇവിടെ വേണം തുടങ്ങാനെന്ന്. എനിക്ക് ഓർമ്മയില്ലെങ്കിലും ഞാൻ ജനിച്ചത് ഇവിടെയാണല്ലോ. പുതിയ ജയ വന്നിട്ടുണ്ട്. അതിന് ഞാനിപ്പോ എന്ത് തിരക്കി. എന്നെയോ? എന്തിന്? ആ, എവിടെ? കുറുപ്പ് സാറിന്റെ മുറിയിലുണ്ട്. അങ്ങോട്ട് എല്ലാം പറഞ്ഞു. അല്ല, ഇതാര് ശിവേട്ടനോ? ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാ. ഓഹോ, സ്കൂളിലായിരിക്കും അല്ലേ? അല്ല, എഞ്ചിനീയറിംഗ് കോളേജിൽ. എന്നേക്കാൾ 2 വർഷം സീനിയർ ആയിരുന്നു. എഞ്ചിനീയറിംഗ് കോളേജിലെ റാഗിങ്ങിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയത് ഈ ശിവേട്ടനാ. നേരം 2 വർഷം ഞങ്ങൾ ഒന്നിച്ചായിരുന്നു താമസം. പിന്നെ ശിവേട്ടൻ കണ്ടിന്യൂ ചെയ്തില്ല. ഉഴപ്പിക്കാണും. അതാ. അല്ല, അച്ഛൻ മരിച്ചു, അതുകൊണ്ടാ. അപ്പോ ഞാൻ സെക്ഷനിലേക്ക് ചെല്ലട്ടെ സാർ? വരൂ ശിവേട്ട, നമുക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട്. അച്ഛൻ മരിച്ച് അധികം കഴിയുന്നതിന് മുമ്പ് തന്നെ അവന്റെ അമ്മയും മരിച്ചു. ഉണ്ടായിരുന്ന കിടപ്പാടം പോലും വിറ്റ് അനുജത്തിമാർ രണ്ടുപേരെയും അവൻ തന്നെ കെട്ടിച്ചയച്ചു. കയ്യില് വെച്ചമൊന്നുമില്ലെന്ന് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടായിരിക്കും അനുജത്തിമാർ പോലും പിന്നെ തിരിഞ്ഞു നോക്കാറിയില്ല. വിധിയായിരിക്കാം. അല്ലെങ്കിൽ ഇന്ന് ചാർജ് എടുത്ത എഞ്ചിനീയർക്ക് പകരം ശിവനായിരുന്നേനെ.